അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു ഒരു സംഭവമാണ്. അപ്പം ഇത് ടീച്ചേഴ്സ്മാർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ടൊരു സാധനമാണ്. ഇത് വയർലെസ് മൈക്കാണെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സുകളിൽ മൈക്ക് ഉപയോഗിച്ച് പറയുന്നുണ്ടാകും. കാരണം കുറേ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടും ഇപ്പം പഴയ പോലെ ത്രോട്ട് കംപ്ലയിൻ്റ് ആകാണ്ടിരിക്കാൻ വേണ്ടി വോയിസ് ഷൗട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലത്തെ മൈക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതുപോലത്തെ ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മൈക്കാണത്. അപ്പം അതിൻ്റെ ഒന്നുകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പേരാണ് വിൻബ്രിഡ്ജ് വോയിസ് ആംപ്ലിഫയർ. ഇത് ബ്ലൂടൂത്ത് ആണ്. ഇതിന് വയറൊന്നും ആവശ്യമില്ല. ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ സ്പീക്കർ എവിടെ വേണം വെക്കാം. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ യൂസർ മാനുവലാണ് ഈ സ്പീക്കറിൻ്റെ. ഇതാണ് നമ്മുടെ സ്പീക്കർ. കാരണം എത്ര ചെറിയ സാധനമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ 2 സപ്പോർട്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ടേബിളിൽ ഇങ്ങനെ നമുക്കിങ്ങനെ വെക്കാം. കണ്ടോ, ഇങ്ങനെ വെക്കാം. അപ്പോൾ അത് ടേബിളിൽ ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ ഇവിടെ 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ സ്ട്രാപ്പ് ഇവർ കൂട്ടത്തിൽ ആ സ്ട്രാപ്പ് ഇടാൻ വേണ്ടിയാണ്. പിന്നെ ഇത് പവർ ഓൺ ബട്ടൺ, ഇത് മ്യൂട്ട് ബട്ടൺ, ഇത് വോളിയം കുറയ്ക്കാനുള്ള ബട്ടൺ, ഇത് വോളിയം കൂട്ടാനുള്ള ബട്ടൺ. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനത്തെ ഒരു ബെൽറ്റിൽ നമുക്ക് ഹുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടും സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബെൽറ്റോ അല്ലെങ്കിൽ പാൻസിലോ എവിടെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെയാണ്, ഈ ചെയിൻ്റെ അല്ല. ഇതാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൂടൂത്തിൽ ചെവിയിൽ ഇത് വെക്കുന്ന വെച്ചാൽ ചെവിയിൽ ഇത് ഇവിടെ വരും. പിന്നെ ഇതാണ് നമ്മുടെ മൈക്ക്. അപ്പോൾ ഇതൊരു നല്ല മൈക്കാണ്. അതായത് നമുക്കിങ്ങനെ ബെൻഡൊക്കെ ചെയ്യാം, ഫ്ലെക്സിബിളാണ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ബെൻഡ് ചെയ്യണം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രാപ്പ്. ഇത് സിമ്പിൾ, അല്ലാണ്ട് വലിയ മെക്കാനിസം ഒന്നുമില്ല. ഈ സാധനം ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കയറ്റിയാൽ മതി. സിമ്പിൾ സാധനമാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇട്ടിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം, അതൊരു പ്രശ്നമില്ല. അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഹുക്ക് ഇട്ടിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇത് USB ഇത് ചാർജറാണ്. ഇത് ഒരു പ്രത്യേക തരം ചാർജറാണ്, പേടിക്കേണ്ട. ഇത് നമ്മുടെ ഈ C ടൈപ്പ് പോലത്തെ ചാർജർ 2 ഉണ്ട്. അപ്പോൾ 2 വെച്ചാൽ ഒന്ന് ഇതിനും പിന്നെ ഇതിനും ആണ് ചാർജ് വേണ്ടത്. ഇത് 2 ബ്ലൂടൂത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചാർജ് വേണം. അപ്പോൾ ഇത് 2 എങ്ങനെ ചാർജ് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ ഇവിടെ മാറ്റി വന്നിട്ടുണ്ട്. കാരണം ഇത് പ്ലഗിലേക്ക് സോക്കറ്റിലേക്ക് പോകുന്നത് ഇതാണ്, അതായത് പവർ ബ്രിക്കിലേക്ക് പോകുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് 2 ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, C ടൈപ്പ് ചാർജ്. അപ്പോൾ ഒറ്റ പവർ ബ്രിക്കിൽ നിങ്ങൾക്ക് ഇത് കുത്തിയിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. അപ്പം 2 പവർ ബ്രിക്ക് വേണമെന്നോ 2 സോക്കറ്റ് വേണമെന്നൊന്നും നിങ്ങൾക്കില്ല. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് തലയിൽ കൂടെ വെക്കുന്ന സാധനം. ഇതാണ് സപ്പോർട്ട് ചെയ്യുന്ന സംഭവം. നല്ലൊരു കവറൊക്കെ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് എടുക്കാം. ഉണ്ടോ, ഇവിടെ സ്പോഞ്ചുണ്ട്, ഇവിടെയും സ്പോഞ്ചുണ്ട്. കാരണം ഇതാണ് തലയുടെ അവിടെ വരുന്ന 2 സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്പോഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് തലയ്ക്കൂടെ വരും, ഇത് ഇവിടെ ഇങ്ങനെ കണക്റ്റ് ആവും, എന്നിട്ട് ഇതിങ്ങനെ വരും. ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്ത് കാണിക്കാം. ഇതൊരു ലോക്കിംഗ് മെക്കാനിസമാണ് ഇവർ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലിൽ ആകെ 4 പിക്ചർ ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് വലുതായിട്ട് പിടി കിട്ടത്തില്ല. അപ്പം ഞാൻ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ വള്ളി നമ്മുടെ ഇത് ഇവിടെ DCI എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അവിടെ ഈ ഡീൻ്റെ അവിടെ ഈ വള്ളി ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒരു ലോക്കിംഗ് സിസ്റ്റം കിട്ടും. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് കയറി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ഒറ്റ പുഷ്, കണ്ടോ, ഇപ്പോൾ ലോക്കായി. ഇത് തിരിച്ചു തരത്തില്ല. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിങ്ങനെ എടുക്കുക. ഇവിടെ ഇങ്ങനെ ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്, ഇവിടെ ഇതുണ്ട്. അപ്പം ഇവർ പറഞ്ഞേക്കുന്ന ലോക്ക് ചെയ്യണം ഇങ്ങോട്ടേക്ക് ആക്കണം എന്നാണ്. അപ്പം എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് ആക്കണം. അപ്പം ഈ വള്ളി വരുന്ന സാധനം നമ്മൾ ഇവിടെ ഈ C ടൈപ്പ് ചാർജിങ്ങിൻ്റെ പോർട്ടുണ്ട്. പിന്നെ ഇവിടെ D എഴുതിയിട്ടുണ്ട്. ഈ വള്ളി വരുന്ന സാധനം ഡീൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ കയറ്റുക. എന്നിട്ട് ലോക്ക് ഇങ്ങനെ അകത്തേക്ക് കയറുന്നവരെ ഇങ്ങനെ അത് ട്രൈ ചെയ്യുക. അപ്പം ഇവിടെ ഇപ്പം കയറി കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒന്ന് നോക്കണം, ഇച്ചിരി ടൈറ്റ് ആയിരിക്കും. അങ്ങോട്ടങ്ങ് പുഷ് ചെയ്യുക മുന്നിലേക്ക്. അപ്പോൾ അത് കയറി, പിന്നെ ദൂരെ വരത്തില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് തലയിലോ അല്ലെങ്കിൽ കഴുത്തിലോ ഇട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ഇതിന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇത് പവർ ബട്ടണാണ്. അപ്പോൾ ഈ പവർ ബട്ടൺ
ആണോ ഓണായി. അപ്പോൾ ഇവിടെ 4 ലൈറ്റാണ് കത്തുന്നത്, പക്ഷേ ഇവിടെ 3 ലൈറ്റേ ഉള്ളൂ. അപ്പം ഒരു ഘട്ട ചാർജ് കുറവാണ്. അപ്പം 3 ലൈറ്റ് കത്തുവാണെങ്കിൽ ചാർജ് കുറവാണ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്യണം, നല്ല കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓൺ ചെയ്യുന്നത് ഇവിടെ ബാക്കിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പം ഉണ്ടോ ഇവിടെ ലൈറ്റ് കത്തും. അപ്പം ഇവിടെ 4 ചാർജ് ഉണ്ട്, ഇവിടെ ഫുൾ ചാർജ് ഉണ്ട്, പക്ഷേ ഇതിൽ 3 ലൈറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിന് ചാർജ് വേണം, ഇതിന് ചാർജ് ഫുള്ളുണ്ട്. അപ്പോൾ ഇത് രണ്ടും കണക്റ്റായി. അപ്പം നമ്മളിത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത് ഈ മൈക്കിൽ ഞാൻ പറഞ്ഞ് കേൾപ്പിക്കാം, അപ്പം നിങ്ങൾക്ക് ഇതിലൂടെ കേൾക്കാൻ പറ്റും. Hello, good morning students. So today we will start our English class. കണ്ടോ, അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മൈക്കിൽ വെച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് ഈ സ്പീക്കറിലൂടെ നന്നായിട്ട് കേൾക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടൺസ്. ഇത് വോളിയം കൂടുന്ന ബട്ടൺ, ഇത് വോളിയം കുറയ്ക്കുന്ന ബട്ടൺ, ഇത് മ്യൂട്ടിൻ്റെ ബട്ടൺ. അപ്പോൾ നമുക്ക് ആദ്യം വോളിയം കൂട്ടാം. ഹലോ കണ്ടോ, കാരണം ഇത് ഞാൻ അടുത്ത് വെച്ചാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് അത്ര കൂടിപ്പോയത്. ഇത് കുറച്ചിട്ട് നമുക്ക് നോക്കാം. ഹലോ ഹലോ, ഇത് ഇനി വോളിയം കുറയ്ക്കുന്നു. ഹലോ ഹലോ ഹലോ, കണ്ടോ വോളിയം കുറഞ്ഞു. ഇത് കുറച്ച് കൂട്ടിയിട്ട് ഇപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ക്ലാസ്സിൽ പോകണമെങ്കിൽ ഇത് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം പിന്നെ ഓൺ ആകണല്ലോ. ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ മ്യൂട്ട് അടിക്കും. അപ്പം മ്യൂട്ട് അടിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ പോയിട്ട് മ്യൂട്ട് ഓൺ ആക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കുട്ടിക്ക് സംശയം ചോദിക്കണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ മ്യൂട്ട് അടിച്ചാൽ മതി. ഇത് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇപ്പം ഞാൻ മ്യൂട്ട് അടിക്കാം. ഹലോ കണ്ടോ, ഇപ്പം മ്യൂട്ടായി. ഇപ്പം ഇതിൽ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ സംശയം തീർത്തു, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കയറി. അപ്പോൾ ഇനി മ്യൂട്ട് ഓഫ് ആക്കുന്നു. അപ്പം മ്യൂട്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു ബ്ലൂടൂത്ത് മൈക്ക്. കാരണം കുറേ ഷൗട്ട് ചെയ്യാൻ നമുക്ക് നന്നായിട്ട് ക്ലാസ്സിൽ പറയാൻ പറ്റും. ഇത് ടേബിളിൽ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കൂടെ തന്നെ തൂക്കിയിട്ട് നടക്കാനും പറ്റും. അത്ര നല്ല സാധനം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രാപ്പ്. അപ്പം എന്നെ പോലത്തെ ഈ ഹുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഫീമെയിൽ ടീച്ചേഴ്സിനൊന്നും പാൻറ് ഉണ്ടാവില്ല, അവർ സാരി കൊടുക്കും അല്ലെങ്കിൽ ചുരിദാർ കൊടുക്കും. അപ്പോൾ അവർക്ക് ഈ ഹുക്ക് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവർക്ക് സ്ട്രാപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഈ സ്ട്രാപ്പൊക്കെ പണ്ടൊക്കെ നമ്മുടെ സ്ട്രാപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡ് മെക്കാനിക്സ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ പഴയ ടീച്ചേഴ്സൊക്കെ ഈ ഹുക്കൊക്കെ എടുക്കണമെങ്കിൽ വേറെ ആൾക്കാരുടെ സഹായമൊക്കെ ചോദിക്കേണ്ടി വരും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് സിമ്പിളായിട്ട് പണ്ടത്തെ ബാഗൊക്കെ ഇടുന്ന പോലെ ഇടാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കാണിക്കാം. ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇതാണ് ബേസിക് ലെങ്ത്ത്. പക്ഷെ നിങ്ങൾക്കിത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം അവർ അവിടെ തന്നെ കിടക്കട്ടെ. ഇനി ഞാൻ കണക്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഇവിടെ 2 കണക്റ്റിംഗ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നേരെ എടുക്കുക. നേരെ ഇങ്ങനെ എടുത്തിട്ട് ഇതിവിടെ ഇങ്ങനെ ആക്കിയാൽ ഇവിടെ ഒരു ഓപ്പണിംഗ് വരും. അതിവിടേക്ക് ഇങ്ങനെ ആക്കുക, കണക്റ്റ്. ഇതും ഇതുപോലെ എടുക്കുക, ഒരു ഓപ്പണിംഗ് വരും, കണക്റ്റ്. ഇത് വലിയ വെയിറ്റുള്ള സംഭവമൊന്നുമില്ല ഈ സാധനം. ഇത് നല്ല സ്മൂത്താണ്, അതുകൊണ്ട് വേറെ ആൾക്കാരെ പരസായമൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ആക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ക്ലാസ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് സുഖമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് സുഖമായിട്ട് നടക്കാം. ഇത് നല്ല സ്ട്രോങ് സാധനമാണ്. അപ്പോൾ കണക്ട് ചെയ്ത് സൂക്ഷിക്കണം കേട്ടോ, ചില സമയത്ത് ഇത് പോകും. അങ്ങനെ ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്തേക്കാം ഈ ചാർജ് കിട്ടുന്നത്. ആണ് അപ്പോൾ അതിൻ്റെ സൗണ്ടും ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സാധനമായിട്ട് കിട്ടി. ഇപ്പോൾ ഓൾറെഡി ടീച്ചേഴ്സിനാണെങ്കിൽ അല്ലെങ്കിൽ വേറെ നിങ്ങൾ പബ്ലിക് ഫംഗ്ഷനിൽ പോവുകയാണെങ്കിലും ഇത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനി ചാർജ് ചെയ്യുന്ന കാണിക്കാം. അപ്പം ഇതാണ് നമ്മുടെ പവർ ബ്രിക്ക്. ഇത് നമ്മുടെ ചാർജിങ് ചെയ്യുന്ന സാധനം. ഇത് കുത്തി, പിന്നെ അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഈ ഇയർ പീസിലേക്ക് കുത്തുന്നത്. ടൈപ്പ് സി ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. കഴിഞ്ഞ് ഇതും നമ്മൾ ഇവിടെ ഇയർ പീസ് ഉണ്ട്, അല്ല ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്, അവിടേക്ക് കുത്തുന്നു. എന്നിട്ട് ഇത് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഓൺ ചെയ്യാം. അപ്പോൾ ചാർജ് ആവും. പെട്ടെന്ന് തന്നെ ചാർജ് ആകും. അത് കുറേ നേരമൊന്നും പിടിക്കത്തില്ല. അപ്പം ഇത് ഒറ്റ പവർ വെക്ക് നമുക്ക് മതി. ഒറ്റ പവർ വെക്കും ഒരു സോക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്കൂളിൽ വെച്ചോ വീട്ടിൽ വെച്ചോ ചാർജ് ചെയ്യാം. അല്ലാണ്ട് 2 എണ്ണം ചാർജ് ചെയ്യാൻ വേണ്ടി 2 എണ്ണം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ഏക ഗുണം. കാരണം ഒരെണ്ണത്തിൽ തന്നെ 2 എണ്ണം ട്വിൻസ് പോലെ ഒരു കൊടുത്തേക്കുന്നുണ്ട്.
അത് നല്ലൊരു സാധനം, നല്ലൊരു ഗുണമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒറ്റ പവർ വർക്ക് മതി, നിങ്ങൾക്ക് ഒറ്റയായിട്ട് ചാർജ് ചെയ്യാം, ഫൈറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പുതിയ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ടീച്ചിങ് ജോലിക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല, വോയിസ് അത്ര സ്ട്രെയിഞ്ചിൻ്റെ ആവശ്യമില്ല, നല്ലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് പിള്ളേർക്ക് കാണുമ്പോഴാണെങ്കിലും ആരോഗ്യം ഫീൽ ചെയ്തൊന്നുമില്ല. അവർക്ക് നോക്കുമ്പം ടീച്ചർ നല്ല ടെക്നോളജി ഉപയോഗിക്കുന്ന ആളായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പം ഞാനിത് ട്രൈ ചെയ്തപ്പം ലാസ്റ്റ് ബെഞ്ചിൽ ഈ സ്പീക്കർ വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയിരുന്ന് സംസാരിച്ചു. എന്നാലും നല്ല ശബ്ദത്തിൽ പിള്ളേർക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ചില ലാസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ത്രോട്ടൊക്കെ ഡ്രൈ ആയി പോകുമ്പോൾ നമുക്ക് കയറാൻ പറ്റത്തില്ല, പിള്ളേരാണ് കൊടുക്കുന്ന ശബ്ദമായിരിക്കും. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ഉള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ബെഞ്ചിൽ ഇത് വെക്കുകയും ചെയ്യാം, പിള്ളേർ നന്നായി കേൾക്കുകയും ചെയ്യും, അവർക്ക് കേൾക്കുകയും ചെയ്യും, നമുക്ക് അധികം കാറിൻ്റെ വരുത്തുമില്ല. നമ്മുടെ സ്വന്തം വോയിസിൽ ചെറുതായിട്ട് സംസാരിച്ചാലും മതി, വോയിസ് ട്രെയിൻ ഉണ്ടാവില്ല.